إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഇമാമു അഹ്ലി സുന്ന എന്നറിയപ്പെടുന്ന വലിയ പണ്ഡിതൻ, അദ്ദേഹം ഒരു യാത്രക്കിടയിൽ, യാത്രയുടെ മധ്യേ ഒരു പള്ളിയിൽ അദ്ദേഹം കയറുകയാണ്. അങ്ങനെ യാത്രക്കിടയിൽ ഒരു ഇടത്താവളമായി ആ പള്ളിയിൽ താമസിക്കാമെന്ന് അദ്ദേഹം കരുതിയെങ്കിലും പള്ളിയുമായി ബന്ധപ്പെട്ട അധികൃതർ അതിന് സമ്മതിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം അതിൻ്റെ പുറത്ത്, പള്ളിയുടെ ഉള്ളിൽ അദ്ദേഹത്തിന് താമസിക്കാൻ കഴിയാതെ
അദ്ദേഹത്തെ പുറത്തേക്ക് താമസിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ സുബഹിൻ്റെ മുമ്പ് അദ്ദേഹം അതുവഴി പോകുന്ന ഒരു റെസ്റ്റോറൻറ്റ് കച്ചവടക്കാരനെ അദ്ദേഹം കണ്ടുമുട്ടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ സുബഹിക്ക് മുമ്പുള്ള സമയത്ത് അദ്ദേഹം ആ സാധാരണക്കാരൻ്റെ കൂടെ അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിലെത്തി അതിലെ വിഭവങ്ങൾ തയ്യാറാക്കുന്ന മാവ് കുഴക്കുന്നതിനിടയിൽ അദ്ദേഹം അഹ്മദ് ബിൻ ഹംബൽ ഈ സാധാരണക്കാരനായി മനുഷ്യനെ ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹം ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം വളരെ ആത്മാർത്ഥമായി വളരെ എഫേർട്ട് എടുത്ത് അദ്ദേഹം ദിക്റുകൾ ചൊല്ലുകയാണ്. ധാരാളം ദിക്റുകൾ അദ്ദേഹം ചൊല്ലുകയാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിക്റ് ചൊല്ലുകയാണ്. അഹ്മദ് ബിൻ ഹംബലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശ്ചര്യമായി അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത അദ്ദേഹം നോക്കിക്കാണുകയാണ്. ഒരു ഭാഗത്തിരുന്ന് ഇത് അഹ്മദ് ബിൻ ഹംബലാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. എന്നിട്ട് അഹ്മദ് ബിൻ ഹംബൽ ഇദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ അഭിലാഷിച്ചതും എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതും നിങ്ങൾ ദുആ ചെയ്തതുമായ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതും ഒരു സാധാരണക്കാരനായ മാന്യമായ വേതനം ലഭിക്കുന്ന അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ എല്ലാ സംഗതികളും ആഗ്രഹിച്ചതും ആശിച്ചതും ഒക്കെ ജീവിതത്തിൽ പൂവണിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരാഗ്രഹം മാത്രമാണ് ഇനി പൂർത്തിയാവാനുള്ളത്. അത് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ അഹ്മദ് ബിൻ ഹംബൽ എന്ന ആ മഹാപണ്ഡിതനെ, അഹ്ലുസുന്നയുടെ ഇമാമിനെ നേരിട്ട് കാണണമെന്നൊരാഗ്രഹം ഞാൻ കുറേ നാളുകളായി എൻ്റെ മനസ്സിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തോട് പ്രതികരിക്കുകയാണ്, ഹാദാ അഹ്മദ് ബിൻ ഹംബൽ, ഇത് അഹ്മദ് ബിൻ ഹംബലാണ്, അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പാഠം, ഒരാൾ ദിക്റുകളിലൂടെ അതേപോലെ തന്നെ അത്തരം അദ്കാറുകളിലൂടെയും ദീനിനെ കൃത്യമായി തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ നിലക്കുള്ളൊരു ഖൈറും ബറക്കത്തും ഉണ്ടാകുമെന്ന് നമുക്ക് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എന്നും പച്ച പിടിച്ചു നിൽക്കേണ്ട ഒരു സംഗതിയാണ് ദിക്റുല്ലാ എന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ എന്നത്. ജീവിതത്തിൻ്റെ രാവിലെ ഉണർന്നതു മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ, അല്ല രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനിടയിൽ ഞെട്ടി ഉണർന്നാൽ പോലും ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ നമുക്ക് ദിക്റുകളിലൂടെ ലഭിക്കുന്ന വലിയ ഒരു നേട്ടം നമുക്കറിയാം. മനുഷ്യനെ വഴിതെറ്റിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നവനാണ് പിശാച്, ശൈത്താൻ എന്ന് പറയുന്നത്. അവനെ മനുഷ്യനെ തെറ്റുകളിലേക്ക് തിന്മകളിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പിശാചിന്റെ ഷർറിൽ നിന്ന്, ആ ശ്രമങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രൊട്ടക്ഷൻ ലഭിക്കും? ആ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് തഖ്വയും അതേപോലെ തന്നെ ജീവിതത്തിൽ ദിക്റുകളിലൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു പിശാചിനും നമ്മളെ അതിജയിക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ടാണ് ദിക്റുകളുടെ പ്രാർത്ഥനയുടെ മുകളിൽ അറബിയിൽ നമുക്ക് കാണാം ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിന്റെ കോട്ട എന്നാണ്. എന്തിൽ നിന്നുള്ള കോട്ടയാണ്? തിന്മകളിൽ നിന്നുള്ള, അധർമ്മങ്ങളിൽ നിന്നുള്ള കോട്ടയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉരുവിടുന്ന ഓരോ ദിക്റുകളും എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥനകളും ദിക്റുകളും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആദത്തായി നമുക്ക് മാറേണ്ടതുണ്ട്. എന്നാൽ ആദത്തായി മാറുമ്പോൾ തന്നെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളുടെ മൂല്യം പലപ്പോഴും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പതിവായി ചെയ്യുന്നൊരു കാര്യം, ആ പതിവായി ചെയ്യുമ്പോൾ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വലിപ്പവും അതിലൂടെ ലഭിക്കുന്ന ബെനിഫിറ്റും അറിയാതെ പോകുമ്പോൾ കേവലം ദിക്റുകളായി മാത്രം അത് വരാറുണ്ട്. എന്നാൽ നമുക്ക് അത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനകളെല്ലാം റഹ്മാനായ റബ്ബിനോട് മാത്രമാണ്. ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടിച്ച പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിനോട് മാത്രമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അല്ലാഹുവിനോട് മാത്രമാണ് ദുആ. ദുആ അല്ലാഹു അല്ലാത്തവരിലേക്ക് വഴിമാറിപ്പോയാൽ അത് ഇസ്ലാം ഏറ്റവും കടുത്ത പാപമായി എണ്ണിയ ശിർക്കാണ്. ശിർക്ക് ചെയ്യുന്നതിലൂടെ ഒരാൾ നരകത്തിന്റെ ആഴങ്ങളിൽ ശാശ്വതനായി അവൻ പതിക്കേണ്ടി വരുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ പ്രാർത്ഥനകളും ദിക്റുകളും ജീവിതത്തിന്റെ ശൈലിയാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ദിക്റുകളിലൂടെ കടന്നു പോകണമെന്നത് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരന്തരമായ കൽപ്പനയാണ്. ദിക്റുകൾ നിങ്ങൾ ഉരുവിടണം, ദിക്റുകൾ ചൊല്ലണം എന്നത് വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിലെ 41-42 ആയത്തുകളിൽ അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായി പറഞ്ഞ ഒരു ആയത്ത് നമുക്ക് കാണാം.
ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ദിക്റുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളെ നിങ്ങൾ നിലനിർത്തണേ എന്ന ഒരു നിർദ്ദേശം അള്ളാഹു വിശ്വാസികൾക്ക് കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ദിക്റെടുക്കണേ. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുകയും ചെയ്യണേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് വിശ്വാസികളോട് പറയാണ്. മാത്രമല്ല, ആരൊക്കെയാണ് അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നത്? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, മനുഷ്യൻ മാത്രമല്ല ആകാശഭൂമികളിലുള്ളവർ അള്ളാഹുവിന് നിരന്തരം തസ്ബീഹ് ചെയ്യുകയാണ്. സൂര്യന് തസ്ബീഹുണ്ട്, നമുക്കറിയില്ല. പർവ്വതങ്ങൾക്ക് തസ്ബീഹുണ്ട്. അതേപോലെ തന്നെ ത്വയ്ർ, പറവകൾക്ക് തസ്ബീഹുണ്ട്. യുസബ്ബിഹിന മഅഹു മാ ദാവൂദ് നബി അലൈഹിസ്സലാമിയുടെ കൂടെ പക്ഷികൾ, പർവ്വതങ്ങൾ സുജൂദ് ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് അവരുടെ തസ്ബീഹ് നമ്മൾ ചിന്തിച്ചാലും നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ അതിനെല്ലാം തസ്ബീഹ് ഉണ്ട്. അത് മനുഷ്യനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. മറ്റൊന്ന് 7-ാം അധ്യായം 205-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫ, നിങ്ങൾ വിനയത്തോടും ഭയപ്പാടോടും കൂടി വാക്കുച്ചത്തിലാക്കാതെ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം, അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം. വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ വാക്കുച്ചത്തിലാക്കണ്ട, പതുക്കെ നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം. വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത്. ഗഫ്ലത്തിൽ ജീവിക്കുന്ന ആളുകളോടൊപ്പം നിങ്ങൾ ചേരരുത്. നിങ്ങൾ ജീവിതത്തിലെ ദിക്റുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എന്താണ് ദിക്റുകൾ കൊണ്ടുവന്നാൽ നമുക്കുള്ള മെച്ചം? ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ നിഖില മേഖലകളിലും അതൊരു സ്വാധീനം ഉണ്ടാക്കും എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരടുക്കും ചിട്ടയും ഉണ്ടാകും. ഒരാൾ ഉണരുന്നതു മുതൽ ഈ ദിക്റുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കിയേ, അതിനൊരു പ്രത്യേകമായ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവസ്മരണ നിറഞ്ഞു നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തിന്മകളിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. അവന്റെ കയ്യും കാലും കണ്ണും കാതും അവയവങ്ങളെല്ലാം തിന്മയിലേക്ക് പോകുന്നതിനെ ദിക്റുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ അവനെ തടയുമെന്നാണ്. ഇസ്ലാമികമായ വൃത്തത്തിനുള്ളിലായി അവനെ ദിക്റുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള നിത്യസ്മരണകൾ അവനെന്ത് ചെയ്യും? അത് ഇസ്ലാമിന്റെ നിയമങ്ങൾക്കുള്ളിൽ അവനെ നിർത്തുമെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീ പുരുഷന്മാരെ പറ്റി സൂറത്ത് അഹ്സാബിൽ പറഞ്ഞു, വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീ പുരുഷന്മാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവർക്ക് എന്താണ് ലഭിക്കുക? അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. വഅജ്റൻ അദീമ, അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. ആർക്കാണ്? അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്കാണ് വമ്പിച്ച പ്രതിഫലം. അവർക്ക് അല്ലാഹുവിനടുക്കൽ മഗ്ഫിറത്തുണ്ട്, പാപമോചനമുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു നമ്മളെ ഓർക്കുമെന്നാണ്. എവിടെയാണ് പറഞ്ഞത്? സൂറത്തുൽ ബഖറയിലെ 152-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, എന്നെ ദിക്റെടുക്കുക എന്നാണ് അല്ലാഹു പറയുന്നത്. അങ്ങനെ ദിക്റെടുത്താലോ അല്ലാഹു പറയാണ് അദ്കുറുക്കും, നിങ്ങളെയും നാം ഓർക്കുന്നതാണ്. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണേ. വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദി കേട് കാണിക്കരുത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വചനങ്ങളിലാണ് നമുക്ക് ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ദിക്റുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അതേപോലെ ദിക്റുകൾ ചൊല്ലുന്ന ദിക്റുകൾ നമുക്ക് എന്ത് ചെയ്യണം? സ്വാധീനിക്കണമെങ്കിൽ, അത് ഏതൊരു കാര്യം അങ്ങനെയാണ്, നമ്മളെ സ്വാധീനിക്കണമെങ്കിൽ അതിന്റെ അർത്ഥവും ആശയവും നമുക്കറിയണം. ഒരാൾ രാവിലെ ഉണരുമ്പോൾ പ്രാർത്ഥിക്കുന്നു, ദിക്ർ ചൊല്ലുന്നു. പഠിച്ചവരുണ്ടാകും, പല രൂപത്തിലാണ് ആളുകൾ, പലർക്കും അറിയാം, പക്ഷേ അത് ചൊല്ലാനുള്ള തൗഫീഖ് ലഭിക്കുന്നില്ല. ചില ആളുകൾ ഓർമ്മപ്പെടുത്തലായി ചില കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതൊക്കെ കാണാം. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, ഒരു ദിക്റാണ്. നമ്മൾ രാവിലെ ജീവിതത്തിൽ എഴുന്നേൽക്കുന്ന ആ സ്റ്റാർട്ടിങ്, ആ സുബഹിന്റെ മുമ്പുള്ള സമയത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ഈ ദിക്റിന്റെ അർത്ഥം നമ്മൾ അറിയുമ്പോൾ അതൊന്നുകൂടി നമ്മളെ സ്വാധീനിക്കും. എന്താണ് അർത്ഥം? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, ഞങ്ങളെ മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. എവിടെയാണ് മരിപ്പിച്ചത്? ഉറക്കം എന്നത് അർദ്ധമരണമാണ് എന്നാണ് അല്ലെ? ഉറക്കിൽ നമ്മൾ ലോകത്ത് നടക്കുന്ന ഒന്നും നമ്മൾ അറിയുന്നില്ല. ഉറക്കിലേക്ക് പോയാൽ അതൊരു അർദ്ധമരണമാണ് എന്നാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറിയ മരണമായിട്ടാണ് ഉറക്കിനെ വിശേഷിപ്പിച്ചത്. ചിലരെ ആ ഉറക്കിൽ ആത്മാവുകളെ അള്ളാഹു പിടിക്കുന്നതാണ്. അള്ളാഹു ജീവിക്കാൻ അനുവദിച്ചവർക്ക് ആത്മാവുകൾ തിരിച്ചു കൊടുക്കുന്നതാണ്. പക്ഷെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, നമ്മൾ ആരോഗ്യത്തോടെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. എങ്ങനെയുള്ള അള്ളാഹ്? ഞങ്ങളെ മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതി. എന്നിട്ടോ വൈലൈഹിൻ നുശൂർ, അവനിലേക്കു തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പ്. ആ മഹ്ശറിലുള്ള കൂടിച്ചേരൽ, ആ ഉയർത്തെഴുന്നേൽപ്പ് അള്ളാഹുവിലേക്കു തന്നെയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്നാണ്. അപ്പൊ എത്ര ദിക്റുകളാണ് സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിനെ ഓർക്കുക എന്നത് മത്സ്യത്തിന് വെള്ളം എത്ര അനിവാര്യമാണോ അതുപോലെയാണ് വിശ്വാസിക്ക് ദിക്റുള്ള എന്നാണ്. മത്സ്യത്തിന് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതേപോലെയാണ് വിശ്വാസിക്ക് ദിക്റുകളിലൂടെയല്ലാതെ അവന്റെ ജീവിതം അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ടാണ് സഹാബികൾ പറഞ്ഞത്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാൻ, എല്ലാ സമയത്തും പ്രവാചകൻ അള്ളാഹുവിനെ ഓർക്കുന്ന വ്യക്തിയായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അതേപോലെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ്? അൻ തമൂത, നീ മരിക്കലാണ്. എങ്ങനെ? വലിസാനക റത്ബും മിൻ ദിക്രില്ല, അള്ളാഹുവിൽ ദിക്ർ ചൊല്ലി നനവുള്ള നാവുമായി നീ മരണപ്പെടുക എന്നതാണ്. ദിക്റിനാൽ എന്ത് ചെയ്യുക? മരിക്കുക എന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമെന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് നമ്മൾ ആ ചൊല്ലുന്ന ദിക്റിലേക്ക് പാകപ്പെടണം. അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ അറിയണം. ആ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഏറ്റവും വലിയ ദിക്റാണ്, വലിയ ദിക്റുല്ലാഹി അക്ബർ എന്ന് പറഞ്ഞത് നിസ്കാരമാണ്. മൂസാ നബി അലൈഹിസ്സലാമക്ക് ഈ നമസ്കാരം വഹി നൽകപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? അഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി മൂസാ നീ നമസ്കാരത്തെ നിലനിർത്തണമെന്നാണ്. അപ്പോ അള്ളാഹുവിനുള്ള ഇബാദത്ത്. എന്നാൽ നമ്മുടെ പലതും യാന്ത്രികമാകുന്നു. നമസ്കാരത്തിന്, ഏറ്റവും വലിയ ദിക്റായ നമസ്കാരത്തിന് കൈകെട്ടുമ്പോ നമ്മുടെ മനസ്സ് എവിടെയാണ്? മനസ്സ് പലതിലേക്കുമാണ്. നമ്മളിനി കഴിഞ്ഞു പോവേണ്ട നമ്മുടെ മറ്റ് ജോലികളിലും മറ്റ് കാര്യങ്ങളും നമ്മുടെ മനസ്സ് അതിലേക്ക് എന്ത് ചെയ്യാണ്? നമ്മുടെ മനസ്സ് പിന്നെ മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും നമ്മൾ മനസ്സുകൾ അശ്രദ്ധമായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ദിക്റുകളും ശ്രദ്ധിച്ചാൽ അതിന് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? ഇപ്പൊ നമ്മൾ വുളു എടുത്തു, എല്ലാവരും വുളു എടുത്തു, നമ്മളൊക്കെ വുളു എടുത്തിട്ടാണ് പള്ളിയിലേക്ക് വന്നത്. എന്നാൽ വുളുവിന് ശേഷമുള്ള ആ പ്രാർത്ഥന ചൊല്ലിയ ഒരാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? ഒരാൾ ആ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ വുളു എടുക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്നൊരാൾ ചൊല്ലുമ്പോൾ അതിലൊരു ശ്രദ്ധ കാണിച്ച് ആ ഒരു രൂപത്തിൽ അയാൾ ചൊല്ലിയാലോ, സ്വർഗത്തിലെ 8 കവാടങ്ങൾ അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുകയും ഇഷ്ടമുള്ളതിലൂടെ അയാൾക്ക് പ്രവേശിക്കാൻ കഴിയും. എത്ര ചെറിയ ദിക്ർ, എത്ര ചെറിയൊരു പ്രാർത്ഥനയാണ് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. അതിന്റെ പ്രതിഫലമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ദിക്റുകളിലൂടെ നമുക്ക് കടന്നു പോകാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം രാവിലെയും വൈകുന്നേരവും ഇവിടെ ബിൽ ഗുദുബി വൽ ആസ്വാൽ എന്നതിനെ പണ്ഡിതന്മാർ പലയിടത്തും പ്രഭാത പ്രദോഷങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക എന്ന ആയത്ത് നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അവിടെ പണ്ഡിതന്മാർ നമ്മളെ പ്രത്യേകമായി പഠിപ്പിക്കുന്നത് അത് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന ഉദ്ദേശം, പല വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനം നമുക്ക് കാണാം, രാവിലെയും വൈകുന്നേരവുമുള്ള പ്രത്യേകമായ പ്രാർത്ഥനകളെ, പ്രകീർത്തനങ്ങളെയാണ് അത് ഉദ്ദേശിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്കാറു സ്വബാഹ്, രാവിലെ പ്രത്യേകമായ ദിക്റുകളുണ്ട്. അദ്കാറുൽ മസാ, വൈകുന്നേര സമയത്ത് പ്രത്യേകമായ ദിക്റുകളുണ്ട്. നമ്മൾ എത്ര ആളുകൾ ഇത് ചൊല്ലാറുണ്ട്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ അവിടെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് ചൊല്ലിയ ആൾക്ക് കിട്ടുന്ന കൂലി എന്താ? മൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനം ബിഹാ, ആരെങ്കിലും ഹൃദയത്തിൽ തൊട്ട് ദൃഢവിശ്വാസത്തോടെ ആരെങ്കിലും പകലിൽ പ്രഭാതത്തിൽ ഇത് ചൊല്ലുകയാണെങ്കിൽ ഫമാത്ത മിൻ യൗമിഹി ഖബല അൻ യുംസിയ, വൈകുന്നേരമാവുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടു എങ്കിൽ അവന്റെ സ്ഥാനം എവിടെയാണ്? ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ അഹ്ലുകാരനാണ്. എങ്ങനെ ചൊല്ലണം? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക. അത് ചൊല്ലുമ്പോൾ അവന്റെ മനസ്സിൽ ആ ആശയത്തിന്റെ കൂടെ അവൻ മനസ്സ് സഞ്ചരിക്കണം, നാവിന്റെ കൂടെ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ, വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, അല്ലാഹുവേ, ഞാൻ നിന്നോടുള്ള കരാറും വാഗ്ദാനവും കഴിയുന്നത്ര പാലിക്കുന്നുണ്ട്.
അഊദു ബിക മിൻ ശർരി മാ സനഅതു, അതേപോലെ കഴിഞ്ഞുപോയ ചെയ്തുപോയ എല്ലാ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ലക ബിദംബി, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു, അതേപോലെ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ പാപങ്ങൾ പടച്ചവനെ ഞാൻ ഏറ്റുപറയുന്നു, ഞാനത് അംഗീകരിക്കുന്നു. എന്നിട്ട് അവസാനം ചോദിക്കുന്ന ഫഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ പുറത്തു തരാൻ നീയല്ലാതെ പാപം പൊറുക്കുന്നവനായി മറ്റാരുമില്ല. ഈ പ്രാർത്ഥന അർത്ഥവും ആശയവും അറിഞ്ഞ് നമ്മളെ ഹൃദയത്തിൽ തട്ടി ചൊല്ലിയാൽ, രാവിലെ ചൊല്ലി തുലൂഉ ശംസ്, സൂര്യോദയത്തിന് മുമ്പ് നമ്മളിത് ചൊല്ലി വൈകുന്നേരം ആവുന്നതിന് മുമ്പ് മരിച്ചാൽ സ്വർഗത്തിലാണെന്നാണ്. തീർന്നില്ല. ഈ ഹദീസിന്റെ ബാക്കി എന്താ? വമൻ ഖാലഹാ മിനൽ ലൈലി, ഇനി ആരെങ്കിലും വൈകുന്നേരമാണ് ഇത് ചൊല്ലിയതെങ്കിലോ ഫഹുവ മൂഖിനം ബിഹി, അവൻ ഹൃദയത്തിൽ തട്ടി ദൃഢവിശ്വാസത്തോടെയാണ് ചൊല്ലിയത്. ഖബ്ല അൻ യുസ്ബിഹ, അവൻ മരിക്കുന്നു ഏതിനു മുമ്പ്? അവൻ സുബഹിയാകുന്നതിന് മുമ്പ് അവൻ മരിക്കുകയാണെങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗക്കാരനാണ്. എത്ര വലിയ പ്രതിഫലമാണ്. നമ്മളിൽ എത്ര ആളുകൾ ഇന്നു രാവിലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയവരുണ്ട്, ഇന്നലെ വൈകുന്നേരം ചൊല്ലിയവരുണ്ട്. നമ്മൾ വെറുതെ നമ്മളെപ്പറ്റി നമ്മളൊന്ന് കണക്കെടുത്ത് നോക്കിയാൽ നമ്മൾ എത്ര ആളുകൾ ഈ അദ്കാറുൽ സബാഹിലൂടെയും അദ്കാറുൽ മസായിലൂടെയും ഇത്തരം വളരെ പ്രാധാന്യമുള്ള ദിക്റുകളിലൂടെ നമ്മൾ എത്ര ആളുകൾ കടന്നു പോകുന്നു. ചിലപ്പോൾ മണിക്കൂറുകൾ നമ്മൾ ഡ്രൈവിങ്ങിലായിരിക്കും, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചിലപ്പോൾ കോഴിക്കോടേക്ക് പോയിരിക്കും, കണ്ണൂരേക്ക് പോകണം. ആ ഡ്രൈവിങ്ങിനിടെ യാത്രക്കിടയിലും നമുക്ക് നാവുകൾ കൊണ്ട് ചൊല്ലാൻ പറ്റുന്ന പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളുമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് എന്നും നമ്മുടെ ജീവിതത്തിന്റെ ഏതു സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പള്ളിയിൽ കയറിയ ഉടനെ തഹിയ്യത്ത് നമസ്കാരം, നമ്മളതിനെ ചെറുതായി കാണുന്നുവെങ്കിലും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലടിയുടെ ശബ്ദം സ്വർഗത്തിൽ കേട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ കാരണങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ? ഞാൻ എവിടെ, അദ്ദേഹം തഹിയ്യത്തല്ല വുളൂവിന്റെ നമസ്കാരം അദ്ദേഹം എടുത്തു പറയുന്നത് കാണാൻ പറ്റും. വുളൂ ചെയ്തതിനു ശേഷം അദ്ദേഹം എന്നും 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു എന്നാണ്. അത് നമസ്കാരത്തിന് വേണ്ടി മാത്രമല്ല, അല്ലാത്ത സമയത്തും വുളുവോടുകൂടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കാൻ സഹാബികൾ ആഗ്രഹിച്ചു എന്നാണ്. നമ്മൾ നമസ്കാരത്തിലും മറ്റു കാര്യത്തിലൊന്നുമല്ല, എന്നാൽ വുളു എടുത്ത് ശുദ്ധമായിരിക്കുക എന്നത് അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. ഈ നിയ്യത്തോടുകൂടെ ഈ ശ്രദ്ധ നമ്മൾ കാണിച്ചാൽ നമുക്ക് ധാരാളം നന്മകൾ, പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കൂട്ടാൻ കഴിയുമെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പഠിപ്പിച്ച ഇത്തരം ദിക്റുകളെ, ഇത്തരം ദുആകളെ ജീവിതത്തിൽ പകർത്തുന്ന, പ്രാവർത്തികമാക്കുന്ന, പതിവാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും ആളുകൾ കുടുംബരംഗത്തും അതേപോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങളിൽ, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങൾ, അവരുടെ സുഹൃത്തു ബന്ധങ്ങളിൽ ആളുകൾ പലതരം പ്രതിസന്ധികളും അതേപോലെ തന്നെ പ്രയാസങ്ങളുമൊക്കെ പലപ്പോഴും അനുഭവിക്കാറുണ്ട്. മാനസികമായ സംഘർഷങ്ങൾ, ഡിപ്രഷനുകൾ ആളുകൾ അനുഭവിക്കാറുണ്ട്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആളുകൾ മനസ്സ് ആ നിലക്കുള്ള രൂപത്തിലേക്ക് പോകുന്ന ആളുകൾ, ടെൻഷനുകളിലേക്ക് പോകുന്ന ആളുകൾ, അതിന് പരിഹാരമായി പലതിലേക്കും അഭയം തേടുന്ന ആളുകൾ പുതിയ കാലഘട്ടത്തിലുണ്ട്. ലഹരികളിലേക്ക്, ടെൻഷൻ മാറാനാണ്. അതേപോലെ തന്നെ മറ്റു യാത്രകൾ ചെയ്യുന്നവർ, സംഗീതങ്ങൾ കേൾക്കുന്നവർ, ഇതൊക്കെ ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളാണ്. എന്നാൽ അതിലൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അവനെ അലട്ടുന്ന ഏത് ബുദ്ധിമുട്ടുകൾക്കും അവന് പരിഹാരമുണ്ട് ഖുർആനിൽ. അത് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് അവൻ എത്ര കണ്ടടുക്കുന്നുവോ, അതിലേക്ക് വരുന്നോ, അതിനൊക്കെ ഒരു സൊല്യൂഷൻ അവന് കിട്ടുന്നതാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു പരിഹാര മാർഗമാണ്. സൂറത്തു റഅദിലെ 28-ാമത്തെ ആയത്ത് അള്ളാഹു എന്താ പറഞ്ഞത്? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ അറിയുക, അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങളുടെ ശാന്തി, സമാധാനം. അപ്പൊ ശാന്തിയും സമാധാനമൊക്കെ അള്ളാഹുവിന്റെ ദീനിലേക്കും ദിക്റിലേക്കൊക്കെ നമ്മൾ എത്ര കണ്ടടുക്കുന്നുവോ നമുക്ക് ആ സമാധാനവും ശാന്തിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? ഇതിലൂടെ ലഭിക്കുമെന്നതാണ്.
നമുക്കറിയാം ചരിത്രത്തിലെ പല മഹാരഥന്മാരായ പ്രവാചകന്മാർക്ക് പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാണ് അവർ ഇത്തരം തിന്മയുടെ അത്തരം സാഹചര്യങ്ങളിൽ അവർ പിടിച്ചു നിന്നത്. നമുക്കറിയാം മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം, നമുക്കറിയാം മിസ്റിന്റെ രാജാധിപത്യത്തിലേക്ക് അദ്ദേഹം എത്തിയ അഹ്സനുൽ ഖസസ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച സുന്ദരമായ ചരിത്രം നമുക്കറിയാം. അവിടെ കൊട്ടാരത്തിലെ ഇമ്രത്തുൽ അസീസ് എന്ന് പറയുന്ന പ്രഭുവിന്റെ ഭാര്യ അവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയെ ഒരു അഭിഹിതത്തിന് ക്ഷണിച്ചപ്പോൾ അവിടെ അള്ളാഹുവിൽ ശരണം തേടി അദ്ദേഹം അതിൽ നിന്ന് അകന്നു നിന്നു. ആ ചരിത്രം പറയുന്നിടത്ത് പണ്ഡിതന്മാർ വ്യത്യസ്ത എണ്ണുന്നുണ്ട്. അതായത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമക്ക് ഒരു തിന്മയിലേക്ക് എത്തിപ്പെടാനുള്ള ധാരാളം ഘടകങ്ങൾ അവിടെ ഒത്തിണങ്ങി വന്നിരുന്നു. അദ്ദേഹം ഒരു വിദേശിയായിരുന്നു, അദ്ദേഹം മിസ്റുകാരനല്ല, മറിച്ച് അദ്ദേഹം അവിടെ നമുക്കറിയാം ഫലസ്തീനിലെ കൻആൻ കിണറ്റിലെ പൊട്ടക്കിണറ്റിൽ നിന്ന് യാത്രാ സംഘത്തിൽ നിന്നൂടെയാണ് അദ്ദേഹം മിസ്റിലേക്ക് എത്തുന്നത്. വിദേശിയാണ്, ആരും നാട്ടിലെ കാണാനില്ല. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, ക്ഷണിക്കുന്നത് സൗന്ദര്യവതിയും കുലീനവതിയുമായ തറവാടിത്തവുമുള്ള അധികാരമുള്ള ഒരു സ്ത്രീയാണ്. ഈ നിലക്കുള്ള അദ്ദേഹം ചെറുപ്പക്കാരനാണ്. എല്ലാ നിലക്കും അദ്ദേഹം ഒരു കാര്യത്തിന് ഒത്തിണങ്ങി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം അള്ളാഹുവിൽ ശരണം തേടി അദ്ദേഹം അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് സാധ്യമായത്? ഈ തഖ്വയും ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ ആ ദിക്റുകളിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസവും തഖ്വയും ദിക്റുകളും കൈമുതലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യരുത്. അത്തരം ലഘുവുകൾ, അത്തരം വിനോദങ്ങൾ, ഹറാമായ വിനോദങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യരുത്, കടന്നു വരരുത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ജുമാ പോലും ദിക്ർ സൂറത്തുൽ ജുമായിൽ പറഞ്ഞു, നിങ്ങൾ കച്ചവടം ഒഴിവാക്കി അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരിക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ നമുക്ക് എത്രയെത്ര ദിക്റുകൾ നമുക്കുണ്ട് ചൊല്ലാൻ, അല്ലെ? കലിമാത്തുൽ ഖംസ് എന്ന് പഠിപ്പിച്ച ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്രയെത്ര ദിക്റുകളാണ് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ലൈസ അഹദുൻ അഫ്ളലു ഇൻദല്ലാഹി മുഅ്മിനുൻ മൻ യുഅമ്മിറു ഫിൽ ഇസ്ലാമി യുക്തറു തക്ബീർ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മുഅ്മിൻ ഏറ്റവും ശ്രേഷ്ഠനായ മുസ്ലിമാരാണ്, അവന് ദീർഘായുസ് ലഭിച്ചു. ദീർഘായുസ് ലഭിക്കുക മാത്രമല്ല, ആ ലഭിച്ച ദീർഘായുസിൽ അയാൾ തക്ബീറുകളും തഹ്ലീലുകളും തസ്ബീഹുകളും അയാൾ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളെ നമസ്കാരത്തിന് ശേഷം നമ്മൾ എന്താണ്, നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊക്കെ നമ്മൾ എത്ര ആളുകൾ ചൊല്ലാൻ ആ നമസ്കാരത്തിന് ശേഷം ഒന്ന് മറ്റു തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ചൊല്ലാൻ നമ്മൾ എത്ര ആളുകൾ സമയം കണ്ടെത്തും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഫോൺ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ എണീച്ച് പോവുക ചെയ്യാം. നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പല ശുഗലുകളിലാണ്, നമ്മൾ വാട്സപ്പ് നോക്കുന്നു, ഫേസ്ബുക്ക് നോക്കുന്നു, കോൾ അറ്റൻഡ് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, മെല്ലെ പോകുന്നു. ഒരു 5 മിനിറ്റ് ആ നമസ്കാരത്തിന് ശേഷം ഒന്ന് ഇരിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ആളുകൾ പലതിന്റെയും തിരക്കിലാണ്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത, നമസ്കാരത്തിന്റെ ശേഷം ചൊല്ലുന്ന ദിക്റാണ് നമ്മൾ. എന്താണ്? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹു തടഞ്ഞതു നൽകാൻ ആരുമില്ല. നമ്മുടെ സമ്പാദ്യം വർദ്ധിക്കാനാണോ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആണോ? അല്ലാഹു തടഞ്ഞതിന് നൽകാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. ലോകത്തൊരാൾക്കും കഴിയില്ല. അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചത് തടയാനും ലോകത്തൊരാൾക്കും കഴിയില്ല. ഇത് നമ്മുടെ ഖദറാണ്, ഈമാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഇത്തരം ദിക്റുകൾ സ്കിപ്പ് ചെയ്ത് നമ്മൾ പോകരുത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാവിലത്തെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇനി ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ചൊല്ലാൻ പറ്റില്ല. ആ സമയവും സന്ദർഭവും ദിവസവും കഴിഞ്ഞുപോയി. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ച മരണത്തിന്റെ അവധി അത് എത്രയാണെങ്കിൽ ആ അവധിയിലേക്ക് അടുക്കുകയാണ്. അതിലൊരു പ്രഭാതം നമ്മളിൽ നിന്ന് കഴിഞ്ഞു, ഇന്നലത്തെ ഒരു വൈകുന്നേരം കഴിഞ്ഞു. അവിടെയുള്ള വൈകുന്നേരവും രാവിലെയുമുള്ള പ്രഭാത ദിക്റുകൾ നമ്മളിൽ നിന്ന് മിസ്സാണ്. എന്നാൽ ഇന്ന് വൈകുന്നേരം നമുക്ക് വരാനുള്ളതാണ്, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇതിന്റെയൊക്കെ കൂലി, ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിയുടെ കൂലി എത്രയാണ്? പ്രവാചകന്റെ ഹദീസിൽ കാണാം, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദി, ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന തസ്ബീഹ് ചൊല്ലിയാൽ ഗറസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, അത് ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ അവനൊരു നഖ്ലത്ത്, ഈന്തപ്പന നടപ്പെടുമെന്നാണ്. ഒരു സുബ്ഹാനല്ലാഹ് ഒരു ഈന്തപ്പനാണ്, മരം, അവന് വേണ്ടി സ്വർഗത്തിൽ നടപ്പെടുന്നു. അള്ളാഹിന്റെ ഖജനാവ് അത് വിശാലമാണ് എന്നാണ്, വിശാലമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അറിയാത്ത
ആരും ഇവിടെ ഉണ്ടാവുകയില്ല. നമ്മൾ നിരന്തരം ചൊല്ലുന്ന കാര്യമാണ്, തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, അവൻ ഏകനാണ്, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. ലാ ശരീക ലഹു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലഹുൽ മുൽക്കു, സർവ്വ ആധിപത്യവും അവന്റെ കൈകളിലാണ്. വലഹുൽ ഹംദു, സർവ്വസ്തുതിയും അവനുള്ളതാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 100 തവണ ചൊല്ലിയാൽ എന്താണ് അതിന്റെ കൂലി? ഒരടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ്. 100 പാപങ്ങൾ മായ്ക്കപ്പെടുമെന്നാണ്. 100 നന്മകൾ അവന്റെ രേഖകളിൽ രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. അതേപോലെ തന്നെ പിശാചിൽ നിന്നൊരു പകലും രാത്രിയും അതവന് സംരക്ഷണം നൽകുമെന്നാണ്. നമ്മൾ എത്ര ആളുകൾ ഇത്തരം ദിക്റുകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മൻ സഅലല്ലാഹുൽ ജന്ന സലാസ മർറാത്ത്, 3 തവണ ഒരാൾ സ്വർഗം ചോദിച്ചാൽ സ്വർഗം അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹു ഇയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ. വമൻ ഇസ്തജാറ മിനൻ നാർ, നരകത്തിൽ നിന്ന് കാവൽ തേടാണ് 3 തവണ. അപ്പോ നരകം പറയും, അല്ലാഹുമ്മ അജ്ർഹു മിനൻ നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് അവനെ രക്ഷിക്കണേ എന്നാണ്. നമ്മൾ എന്തേ ചൊല്ലുന്നുള്ളൂ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലെങ്കിൽ അല്ലാഹുമ്മ അജ്ർനി മിനൻ നാർ എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ 3 തവണ ചൊല്ലുമ്പോൾ ഇങ്ങനെ ഒരു സംഗതി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ എത്ര ആളുകൾ ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നത് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതാണ്. ആ നിലക്ക് നമുക്ക് ഈ ദിക്റുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? കടന്നു പോവേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളിലൂടെ നമുക്ക് കടന്നു പോവേണ്ടതുണ്ട്. ജീവിതത്തിന്റെ ഏതു സമയത്തും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ അത് ഏകനായ റഹ്മാനായ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ്. അതിൽ ഒരാൾക്കും, നമ്മുടെ ഇതൊക്കെ ഇബാദത്താണ്, ഒരു ഇബാദത്തും എന്ത് ചെയ്യരുത്? അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും നമ്മൾ സമർപ്പിക്കരുത്. പലപ്പോഴും നമ്മുടെ സമുദായത്തിൽ നമ്മുടെ ആരാധനകൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്ത മഹാന്മാരെന്ന പേരിൽ ഔലിയാക്കൾക്ക്, അതേപോലെ തന്നെ അമ്പിയാക്കൾക്ക്, സ്വാലിഹ്യങ്ങൾക്ക്, ശുഹദാക്കൾക്ക്, അതല്ലെങ്കിൽ ആരാണ് കിടക്കുന്നതെന്ന് അറിയാത്ത ജാറങ്ങളിൽ കിടക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ആളുകൾ പ്രാർത്ഥനകൾ അവരോട് നടത്തുന്നു, അവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ നടത്തുന്നു. എത്ര വലിയ ശിർക്കാണ്! എല്ലാം തന്നനുഗ്രഹിച്ച, വെള്ളവും വായുവും ഭക്ഷണവും പാർപ്പിടവും എല്ലാം നൽകി അനുഗ്രഹിച്ച റഹ്മാനായ റബ്ബ് തിരിച്ചു ചോദിച്ചത് എന്നെ ആരാധിക്കൂന്നാണ്. പക്ഷെ അള്ളാഹ്ക്ക് എല്ലാം അള്ളാഹിൻ്റെത് അനുഭവിക്കുക, എന്നിട്ട് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കുക എന്നത് ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നാണ്. ഏറ്റവും വമ്പിച്ച അക്രമമാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ചൊക്കെ, ഒരു വീട്ടിൽ നിന്ന് വാപ്പാന്റെ എല്ലാ ആനുകൂല്യം പറ്റിയിട്ട് വാപ്പാനെ ധിക്കരിച്ചിട്ട് തൊട്ടപ്പുറത്ത് കൂറ് കാണിച്ച് അങ്ങനെ ഉണ്ടാകും. അപ്പോ പടച്ചവനോട് കാണിക്കേണ്ട ബാധ്യതയാണ് ആരാധനകൾ അള്ളാഹുവിന് കൊടുക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാളും നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരാഗ്രഹ സഫലീകരണത്തിലും അള്ളാഹു അല്ലാത്തവരുടെ ഒരു പടപ്പിന്റെയും, അത് മനുഷ്യരാകട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, വസ്തുക്കളാകട്ടെ, ഒരാളുടെ പക്കലേക്കും നമ്മുടെ കൈകൾ ഉയരരുത്. അള്ളാഹുവിലേക്ക് മാത്രം. നിരാശരാവാതെ നമ്മുടെ കൈകൾ ഉയരണം, നമ്മുടെ ദുആകൾ ഉയരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ധാരാളം ആളുകളുണ്ട്, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പല സഹോദരിമാരുമുണ്ട്, സഹോദരന്മാരുമുണ്ട്. അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ ഒരു സഹോദരൻ നമ്മളെ സമീപിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم إنا نسألك الجنة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.